ശരിക്കും പറഞ്ഞാൽ ഈ റെസിപ്പിയുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്താകുമെന്ന് യാതൊരു പിടിയില്ലായിരുന്നേ. കാരണം വെറും 3 തക്കാളി വെച്ചിട്ടുള്ള ഒരു കിടിലൻ പരിപാടിയാണ്. അപ്പോൾ ഇതിനായിട്ടൊരു പാനിനകത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ ആദ്യം കാണിച്ച 3 തക്കാളിയും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതായത് ഇതിൻ്റെ സ്കിന്ന് മൊത്തത്തിൽ ഇതാണ്ട് ഇതുപോലെ പൊട്ടി. ഇനി ഇത് കുത്തിയാൽ ഒട്ടച്ച് വരുന്ന പരുവത്തിലാണ് വെന്ത് ഇവിടെ കിട്ടിയേക്കുന്നത്. ഇനി നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം ഇതിൻ്റെ സ്കിന്ന് മുഴുവനായിട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് കളയാം. ഇത് മൊത്തത്തിൽ മാറ്റുന്നത് കാണിച്ച് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല. താണ്ട ഇവിടെ റെഡിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2-3 വെളുത്തുള്ളി നടുകെ കീറിതിട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്ത് അതിൻ്റെ കളർ മുഴുവൻ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തുമ്പോൾ മാറ്റാവുന്നതാണ്. അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ 8-10 വറ്റൽമുളക് കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കാം. അതുകൂടി മാറ്റിയതിന് ശേഷം ആദ്യം നമ്മൾ സ്കിന്ന് മൊത്തത്തിൽ മാറ്റിയിട്ടുള്ള തക്കാളി മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ആ ഒരു വറ്റൽമുളക് വറുത്തതും വെളുത്തുള്ളി വറുത്തുകൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് അരിഞ്ഞില്ലെങ്കിലും ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തേച്ചാൽ മതി. മെയിനായിട്ടും വേണ്ടത് കുറച്ച് സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയില കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. എന്താണ്ട് ഇതൊരു അന്യ റെസിപ്പി കേട്ടോ. ആ ഒരു പച്ച വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ, അതും പോട്ടെ നല്ല കപ്പ പുഴുങ്ങിയതുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൊരു ചമ്മന്തി. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ടെത്താം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.